കാഴ്ചകളുടെ വിസ്മയമൊരുക്കി കോട്ടയത്തെ എൻ്റെ കേരളം പവലിയനുകൾ. വിനോദവും വിജ്ഞാനവും വിപണനവും കൂടിച്ചേരുന്ന അനുഭൂതിയാണ് മേള സമ്മാനിക്കുന്നത്. കോട്ടയം നാഗമ്പടം മൈതാനത്ത് പുരോഗമിക്കുന്ന മേള ഏപ്രിൽ 30 വരെ തുടരും. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കോട്ടയം ജില്ലയിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസമാണ് തുടക്കം കുറിച്ചത്. വൈവിധ്യമാർന്ന 186 സ്റ്റാളുകളോട് കൂടിയ മേള ശ്രദ്ധേയമാവുകയാണ്. 7 പ്രധാന പവലിയനുകളാണ് മേളയുടെ ശ്രദ്ധാകേന്ദ്രം. ക്ഷേമ പെൻഷൻ മുതൽ ലൈഫ് മിഷൻ പദ്ധതി വരെ വിവിധ പദ്ധതികളെ പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് എൻ്റെ കേരള തീം പവലിയൻ ക്രമീകരിച്ചിരിക്കുന്നത്. സർക്കാർ ധനസഹായ പദ്ധതികളെ പറ്റി വിശദീകരിക്കുന്ന പുസ്തകത്തിന്റെ സൗജന്യ വിതരണവും പവലിയനിലുണ്ട്. ഒത്തിരി ഗവൺമെൻറ് സംബന്ധമായ കുറേ സർവീസുകളും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമുക്കുള്ളത്. പിന്നെ കുറേ ഞങ്ങൾ തന്നെ അക്ഷയക്കാരാണ്. അപ്പം ഞങ്ങളുടെ സേവനങ്ങൾ തന്നെ എല്ലാം തന്നെ സൗജന്യമായിട്ട് ഈ ദിവസങ്ങളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തരായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാനിരിക്കുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നേരിട്ടറിയാൻ തക്ക വിധമുള്ള എക്സ്പീരിയൻസ് സെന്ററായാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പവലിയൻ പ്രവർത്തിക്കുന്നത്. നിർമ്മിത ബുദ്ധി, ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, ഡ്രോൺ, റോബോട്ടിക്സ്, IoT തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമാണ് നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധ്യാപികയായ ഐറിസ് റോബോട്ട്, ഡ്രോൺ പറത്തൽ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഇവിടെ പരിചയപ്പെടാം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടായിരുന്നു പരിപാടികൾ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ മുഴുവൻ കണ്ടില്ല, അത്യാവശ്യമൊക്കെ കണ്ടോളൂ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തിങ്കളാഴ്ച ഞങ്ങളുടെ ഡ്യൂട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വരും, അപ്പോൾ ബാക്കി കാണാൻ വേണ്ടിയിട്ട്. ഫിറ്റ്നസ് സോണും ഹെൽത്ത് സോണുമാണ് പ്രധാനമായും കായിക വകുപ്പിന്റെ പവലിയനിൽ ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യ അവബോധനവും ഫിറ്റ്നസ് പരിശോധനയും ഇവിടെയുണ്ട്. കൂടാതെ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ പോലുള്ള വിവിധ കായിക ഇനങ്ങളും ബാലൻസ് ബോർഡ് ചലഞ്ചുകളും യോഗ മെഡിറ്റേഷൻ സോണുകളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഒരു വെള്ളച്ചാട്ടത്തിലൂടെ കടന്നു പോകുന്ന അനുഭൂതി പകർന്നു നൽകുന്നതാണ് 17 അടി പൊക്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കിഫ്ബി പവലിയൻ. കിഫ്ബി പ്രൊജക്ടുകളുടെ ദൃശ്യാവിഷ്കാരമാണ് ഈ തുരങ്ക മാതൃകയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പവലിയനിൽ ഒരുക്കിയിരിക്കുന്നത്. ടൂറിസം പൊതുമരാമത്ത് വകുപ്പുകളുടെ പവലിയൻ സന്ദർശിക്കുന്ന ഏവർക്കും വ്യത്യസ്തമായ അനുഭവം പകർന്നു നൽകുന്നതാണ് വികസന പാലം. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന പദ്ധതികളുടെ പ്രദർശനവും LED സ്ക്രീനിലൂടെ അറിയാം. ഓലമേഞ്ഞ വീട്ടിലിരുന്ന് കളിമൺ പാത്രങ്ങൾ മെനയുന്ന കാഴ്ച കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. കണ്ടിട്ട് കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഞാൻ വന്നിരുന്നു, കണ്ടായിരുന്നു. ഇത് ജില്ലയിലെ മാത്രമല്ല, ഈ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉണ്ട്. സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിലുള്ള പരിപാടികളും നടക്കുന്നുണ്ട്. അതിന് സന്തോഷമുണ്ട്. ജനങ്ങൾ സമക്ഷം എത്തിക്കുന്നതിനും അതിൻ്റെ ഗുണവശങ്ങളെപ്പറ്റിയും എല്ലാം ഒരു ബോധവൽക്കരിക്കുന്നതിനും ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൃഷി വകുപ്പിന്റെ ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരള ഗ്രോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരമാണ് കൃഷി വകുപ്പിന്റെ പവലിയനിൽ ഒരുങ്ങിയിരിക്കുന്നത്. പട്ടികജാതി വികസന വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള സ്റ്റാളുകളും ഉപകാരപ്രദമാണ്. ഈ കേരളത്തിലെ എല്ലാ വകുപ്പുകളും പ്രത്യേകിച്ചും കോട്ടയം ജില്ലയുടെ വികസനം നേടിയെടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നു. ഇതിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പൊക്കെ ഉണ്ട്. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ വികസനം എത്രത്തോളമാണ് മുൻപന്തിയിൽ എത്തിച്ചതെന്ന് ഈ 2 വകുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിന് നല്ലൊരു പവലിയനുണ്ട്. കൂടാതെ മറ്റെല്ലാ വകുപ്പുകളുടെയും നല്ല രീതിയിലുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഈ മേളയിൽ കാണുന്നുണ്ട്. വലിയ മികച്ചൊരു വിജയമായിട്ട് കാണുന്നുണ്ട്. നവകേരള പടുത്തുയർത്തിയെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിഞ്ഞ 9 വർഷം നേടിയെടുത്ത് അതായിരുന്നു മെയിൻ തീമായിട്ടും കാണിക്കുന്നത്. ചലച്ചിത്രാസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിടി നല്ല സിനിമകളുമായി മിനി തിയേറ്ററും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നാവിനും മനസ്സിനും രുചി പകർന്ന കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് പ്രധാന ആകർഷണമാണ്. 100-ലധികം വ്യത്യസ്തമാർന്ന രുചികൾ ഇവിടെ കാത്തിരിക്കുന്നു. ഒരുപാട് എല്ലാ കാര്യങ്ങളിലും അറിയാൻ പറ്റി, എല്ലാം കേൾക്കാൻ പറ്റി, കാണാൻ പറ്റി. ഇങ്ങനൊരു സൗകര്യം ഒരുക്കിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായി തീർന്നു. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന വിവിധ കലാപരിപാടികൾ അക്ഷരനഗരിയെ ആവശ്യത്തിലാക്കുന്നു.
45,000 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 69,000 ചതുരശ്ര അടിയിലാണ് പ്രദർശന വിപണന മേള നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 9:30 വരെയാണ് മേള. പ്രവേശനം സൗജന്യമാണ്. ജനം, കോട്ടയം.